ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ടാകുന്നില്ല. അതിനകത്തെ പോര് ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കുന്നതിന്റെ ലക്ഷണവുമില്ല. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉയരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ തങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് തീരുമാനത്തിൽ എത്തിയാൽ പോരായിരുന്നോ എന്നാണ് DCCയോട് കോൺഗ്രസ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏകപക്ഷീയമായി തീരുമാനിച്ച നടപടിക്കെതിരെയാണ് DCC യോഗത്തിൽ പ്രമേയം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് എത്തിയത്. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടി ജയിച്ചുവെങ്കിലും തങ്ങളുടെ മുന്നണിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ദയനീയം തന്നെയാണ്. പ്രവർത്തകർ തമ്മിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ അവർക്ക് വലുത് അധികാരമാണ്. അതിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് മുന്നണിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അവിടെ പാർട്ടിക്ക് കൂടി കൊള്ളാമെന്ന് തോന്നുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ജില്ലാ ലീഗ് നേതൃത്വം അഭിപ്രായപ്പെടുന്നത്. ഇന്നലെ ചേർന്ന DCC യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം വന്നിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിലിന്റെ ഒറ്റയ്ക്കുള്ള തന്നിഷ്ട തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളത്. ഇപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ച് അദ്ദേഹം അതിനുവേണ്ട സജ്ജീകരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. തമാശ എന്തെന്ന് വെച്ചാൽ ഇതിനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ കുറെ പ്രവർത്തകർ നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലീഗും പരസ്യമായി രംഗത്ത് വന്നതോടെ രാഹുൽ മാങ്കൂട്ടം വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് UDF മുഴുവനും ഇതിനെതിരെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും MP-മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവർക്ക് KPCC കത്തയച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവർത്തന മേഖല വടകര കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനുള്ള നന്ദി പ്രകടനമാണ് ഉപതെരഞ്ഞെടുപ്പിലെ ഈ സ്ഥാനാർത്ഥിത്വമെന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള വാദം. എന്നാൽ ഷാഫിയുടെ തന്നിഷ്ട തീരുമാനം അനുവദിച്ചു തരില്ലെന്ന് മുൻപ് തന്നെ DCC വെളിപ്പെടുത്തിയതാണ്.